വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉയരുണരുന്നു ദൂരെ ആ വഴി ഈ വഴി വേറെയായി പോകയോ. എങ്ങനെ ഉണ്ടായിരുന്നു വള്ളയാത്ര? വള്ളത്തെ ഞങ്ങൾ ഇക്കരെ എത്തി. നല്ല ജനമാണ്, ഭയങ്കര ആളാട്ടോ. അതെ അതെ, ഇവിടെ തന്നെ കാണത്തില്ല, അങ്ങോട്ട് കയറി ഒരുപാട് വണ്ടിയും ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വെള്ളം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അമ്പലക്കാർ തന്നെ വള്ളം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതെ, പൈസ ഒന്നും കൊടുക്കണ്ട, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം. കാറ്റ് കാരണം കേൾക്കാവോന്ന് അറിയത്തില്ല. കാറ്റ് കാരണം കേൾക്കത്തില്ല. ഹിന്ദി പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാരെ നിയന്ത്രിക്കാനായിട്ട്. ഇല്ലി പൂത്ത് നിൽക്കുന്നല്ലേ, ആറ്റിൻ്റെ ഇഷ്ടം പോലെ ഇല്ലി പൂത്ത് നിൽക്കുന്നു. ഡാമളം കയറി ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക. കഴിഞ്ഞിടയ്ക്ക് വന്നപ്പം ഇത്രയും കല്ലുകെട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മണ്ണൊക്കെ എടുത്ത് കല്ലൊക്കെ കെട്ടി ഒത്തിരി പണികൾ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടോ വലിയൊരു ഊറ്റൻ പാറ കണ്ടോ, അമ്പലത്തിൻ്റെ മുറ്റത്തുള്ളതാട്ടോ. ഇത് കാലങ്ങളായിട്ടുള്ള ഈ പാറയാണ്. ഇതിനൊക്കെ എന്തൊക്കെയോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതേ പറ്റിയൊന്നും അറിയത്തില്ല. അടിയിലോട്ടൊരു അറ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട്. അറയുടെ ഒരു അടപ്പുമൊക്കെ അവിടെ ഉണ്ട്. അത് ഇതിലെ ആറ്റിലേക്കുള്ള ഒരു തുരങ്കം പോലൊരു വഴിയായിരുന്നു ഈ പാറയുടെ അടിയിൽ കൂടെ. ഒരള്ളു പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തോട്ടൊന്നും ആരും അങ്ങനെ പോകാറില്ല. എല്ലാവരും വാതൊക്കെ വന്ന് നോക്കിയിട്ടൊക്കെ പോകത്തുള്ളൂ. ഭയങ്കര ജനമാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാർ. ഇതുകൊണ്ടോ കസേരയെല്ലാം കൊണ്ടിട്ട് TV സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി ദൂരെ നിൽക്കുന്നവർക്കൊക്കെ പൂജ നടത്തുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ജനപ്പെരുപ്പ് കേട്ടോ. എൻ്റെ ഭഗവാനെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകണേ എല്ലാവർക്കും. സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ദേവീക്ഷേത്രമുണ്ട്, അവിടോട്ട് പോകാൻ വേണ്ടി മേൽപ്പാലമൊക്കെ കെട്ടിയിട്ടുണ്ട്. ക്യൂവിൻ്റെ പുറകിൽ നിന്നാലേ നമുക്ക് അമ്പലത്തിലോട്ട് കയറി തൊഴാൻ പറ്റത്തുള്ളൂ. കുറച്ച് കഴിയണം. ഒന്നിനൊന്നിനും ആൾക്കാർ കൂടിക്കൂടി വരും. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി നിൽക്കാൻ നിവർത്തിയുള്ളൂ. അല്ല പിന്നെ ഇന്നൊന്നും തൊഴിൽ നടക്കുകയില്ല. അമ്പലത്തിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മുടെ 18-ാം പടി കയറുന്നതിൻ്റെ തിരക്കാണ്. ഞാനിങ്ങോട്ട് തൊഴുതിറങ്ങിയിട്ട് മേൽപ്പാലത്തെ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ ആൾക്കാർ വണ്ടി പോകുന്നുണ്ട്, പയ്യെ പോകാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ, കുട്ടേട്ടൻ പാടോന്ന് പറഞ്ഞു കേട്ടോ. ഉടുപ്പൊന്നും ഇല്ലാതെ പോകുന്നു ഫ്രണ്ടിലെ. അപ്പുറത്ത് നമുക്ക് ദേവീക്ഷേത്രത്തിലോട്ട് പോകാം. ഞാനും മോളമ്മ ഇടയ്ക്ക് കൂടെ കയറി തൊഴുതു. ക്യൂവിലൊന്നും നിൽക്കാൻ പോയില്ല. ക്യൂവിൽ നിന്നായിരുന്നെങ്കിൽ ഇന്ന് വീട്ടിൽ പോക്ക് നടക്കില്ല, വൈകിട്ടാവും. അത് മതി, തിരക്കൊന്നും വെക്കണ്ട. അതെ, എല്ലാവരും തിരക്കും കാര്യങ്ങളും ഉള്ളവരല്ല, അതെല്ലാം കളഞ്ഞിട്ടല്ല എല്ലാവരും വന്ന് നിൽക്കുന്നത്. നമ്മളും തിരക്ക് വെക്കുന്നത് ശരിയല്ല, നമ്മളും എല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ദേവീക്ഷേത്രത്തിലോട്ട് പൂജയ്ക്കായിട്ട് വന്ന തന്ത്രിമാരെല്ലാവരും ആട്ടോ. രാധമ്മ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടോ. മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വേണ്ടി നിന്ന് മാറി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പാപം കൂട്ടുകാരിയും കൂടെയുണ്ട്. എന്നെ കണ്ടില്ല ഇതുവരെ, ഞാനേ കണ്ടുള്ളൂ. പേഴ്സൊക്കെ തുറക്കുന്നുണ്ട് നേർച്ചയൊക്കെ ഇടാനായിട്ട്. 8:30 ഇവിടെ വന്നെന്നാണ് പറഞ്ഞു കേട്ടോ. 8:30 ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഇവിടെ വന്നു. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ വന്ന്. ഞങ്ങൾ വന്ന ഉടനെ കുറച്ചിൻ്റെ സമയമായി. സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മൊത്തം കാണാൻ പറ്റി. അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് സംഭാവന കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൊടുത്തു. പിന്നെ കയറി തൊഴുതു. ഭക്ഷണം കഴിച്ചു. എല്ലാം തൃപ്തിയായി, സന്തോഷമായി, മനസ്സ് നിറഞ്ഞല്ലേ? മനസ്സ് നിറഞ്ഞു. ഇഷ്ടം പോലെ ജനമല്ലേ? അത് കാണണമെന്നായിരുന്നു ആഗ്രഹം. അത് സാധിച്ചു. 8 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോയി. ആണോ? 8:30 ഇവിടെ വന്നു. എനിക്ക് മാളക്കുട്ടിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ, അവളെ പറഞ്ഞു വിടാതെ വരാൻ പറ്റിയല്ലോ. അതുകൊണ്ട് സ്വല്പം താമസിച്ചു.
അതായിരുന്നു കാണേണ്ടത്. അതായിരുന്നു കാണേണ്ടത്. പിന്നെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. സ്ക്രീനിൽ കാണുന്നുണ്ട്, എന്നാലും ആ സമയത്തൊന്ന് കാണേണ്ടതായിരുന്നു. അതെ അതെ, സങ്കടം വന്നു. ആണോ? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്നു കഴിയുമ്പം നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ മനസ്സിനൊരു നൊമ്പരമാണ്. വിഷമോ? ഇവിടെ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സന്തോഷത്തോടു കൂടി അവർ അന്നദാനമൊക്കെ കഴിച്ചിട്ട് മടങ്ങുന്ന കേട്ടോ. ജനപ്പെരുപ്പമായിരുന്നു. ജനപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ജനപ്പെരുപ്പ് ഞാനിവിടെ കണ്ടിട്ടില്ല. അതുപോലെ ജനപ്പെരുപ്പമായിരുന്നു. പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന്. ദൈവം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും സമർത്ഥമായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആഹാരവും നേർച്ചയൊക്കെ കഴിച്ച് നേർച്ചയൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടെ അമ്മയും രാധമ്മയുണ്ട്, രാധമ്മയുടെ കൂട്ടുകാരിയുണ്ട്, മോളമ്മയുണ്ട്, അവരെല്ലാവരും കൂടെ പോവാം. ഇനിയിപ്പോൾ നമ്മൾ വള്ളത്തെ കയറി അക്കരെ കടന്ന് പോവുക. അതുകൊണ്ട് വള്ളത്തെ തഴോട്ട് പോകുന്നുണ്ട്. ഇവിടെ എല്ലാം വനത്തിൽ തീ ഇടുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഭഗവാന്റെ അടുത്തുനിന്ന് പോകാൻ തോന്നുന്നില്ല. സൗണ്ട് കുറവായിരിക്കും നമ്മളിവിടെ നിന്ന് പറഞ്ഞാലേ. അതെ, കാറ്റും ഉണ്ടല്ലോ, അതുകൊണ്ട് സൗണ്ടും ഒക്കെ കുറവായിരിക്കും. തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അതിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇതിന് എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. കുട്ടേട്ടനൊരു കൂട്ടുകാരനെ കിട്ടിയപ്പോൾ എന്നെ ഇട്ടിട്ട് അങ്ങ് പോയി കേട്ടോ. തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പോന്നോട്ടോ. ആ ചേട്ടൻ നമ്മുടെ അയൽവാസിയാണ്. ചേട്ടൻ നമ്മുടെ കൂടെ ഓട്ടോയ്ക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പുള്ളിക്കാരൻ വർത്താനമൊക്കെ പറഞ്ഞ് കുട്ടൻ്റെ കൂടെ അങ്ങ് പോയി. ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ ജോസേട്ടൻ്റെ വീട്ടിലൊന്ന് കയറി കേട്ടോ. എന്നും ഇതിലേ പോകുമ്പം ജോസേട്ടൻ ഇവിടെ ഇല്ല, കഥയൊക്കെ അടച്ചിട്ടേക്കുന്ന കാണാം. ഇന്ന് ആൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അന്നേരം ഞങ്ങൾ അന്നേരം കണ്ടുകൂടി. ഭയങ്കര തിരക്കാ. അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ട്. എന്നാലും നമ്മൾ വന്നപ്പോ കൃത്യം കണ്ടുപോയി. അപ്പൊ ഒരു 10 മിനിറ്റ് വർത്താനമൊക്കെ പറഞ്ഞ് ഇതിലെ വരുവാണെങ്കിൽ നമുക്ക് ജ്യൂസ് കിട്ടും. അതോർത്ത് കയറിയതാണോ? ജ്യൂസ് ഓർത്ത് കയറിയതാണോ? ജ്യൂസ്, ഫ്രൂട്ട്സ്. ഇവിടെ വന്ന പഴവർഗ്ഗങ്ങളൊക്കെ ഇഷ്ടം പോലെ എപ്പോഴും കുട്ടേട്ടൻ പറയുന്നത് കേട്ടോ. എല്ലാം തീർന്നിരിക്കുമെന്ന്. എന്നാ പിന്നെ പോയാലോ? കുറെ കാലമായി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ജോസിയേട്ടനെ കണ്ടിട്ട് ഇടയ്ക്ക് ചില കമന്റ് ഒക്കെ ഇടുന്നുണ്ട്, ജോസേട്ടൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ. നമ്മള് പിന്നെ നെടുമ്പാശ്ശേരി പോക്ക് കുറവാണല്ലോ. നെടുമ്പാശ്ശേരിക്ക് കൂടുതൽ പോകുമ്പോഴാണ് ജോസേട്ടനെ വണ്ടി പിടിക്കുന്നത്. അതെ. അപ്പൊ ഇപ്പൊ അങ്ങനെയുള്ളൊരു യാത്രയൊന്നുമില്ല. ശ്രീകുട്ടനും കൂടെ പോയ പിന്നീട് യാത്ര കുറവായി. പിന്നെ ശ്രീകുട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവർ രണ്ടും കൂടെ വൈകിട്ട് ഹോട്ടലിൽ ചായക്കടയിൽ പോയി ചായ കുടിയൊക്കെ ഇടയ്ക്ക്. ശ്രീകുട്ടൻ പോയോണ്ട് ജോസേട്ടൻ നമ്മളെ അങ്ങ് മറന്നെന്നുള്ളതാണ് വാസ്തവം. അതാണ് കാര്യം. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വഴി വെച്ച് കാണും. പുള്ളി വൈക്കാൻ പോകുന്നു, ഞാൻ വൈക്കാൻ പോകുന്നു, ഇന്ന് കൈ നോക്കി കാണിക്കും. അത്രേ ഉള്ളൂ. അന്നേരം ശ്രീകുട്ടനെയും പൊന്നുവിനെയും മാത്രം പരിഗണിക്കാതെ ഈ പ്രായമുള്ള ഞങ്ങളെയും കൂടെ പരിഗണിക്കണം ഇടയ്ക്കൊക്കെ. ഏത് ജ്യൂസ് വേണേലും ഉണ്ടെന്നും പറഞ്ഞ് എടുത്തോണ്ട് വരും കേട്ടോ. മാംഗോ ഫ്രൂട്ടി, ഇത് പാഷൻ ഫ്രൂട്ട്, ഇത് ഫ്രൂട്ടി. ഇതെല്ലാം മേടിച്ച് ഇങ്ങനെ സ്റ്റോക്ക് വെച്ചേക്കോണം. അപ്പൊ ഇഷ്ടമുള്ള നമുക്ക് കഴിക്കാം. ഇവിടെ വന്ന അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. വെയിലായോണ്ട് കാപ്പി വേണം. ആള് ഇവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. പക്ഷെ ആള് പല ദിവസം കാണുകയല്ല. ഭയങ്കര ബിസി മാന. ഇതൊക്കെ ജോസേട്ടന്റെ 2-3 വീഡിയോക്കകത്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് ജോസേട്ടന്റെ ചെറിയ ചെറിയ അലങ്കാരങ്ങൾ. ഇത് മുട്ടയുടെ തോടാണ്. മുട്ട കഴിച്ചിട്ടിട്ടേക്കുന്നതാണോ? ജോസേട്ടൻ മുട്ട കഴിച്ചിട്ട് ഓരോന്നോരോന്ന് ഈ കവറിനകത്ത് കൊണ്ട് ഇടുക കേട്ടോ, വലക്കകത്ത്. നമ്മുടെ വീട്ടിൽ തിണ്ണയിലിരുന്ന പ്ലാന്റാണ്. ജോസേട്ടൻ വന്നപ്പോൾ അതെടുത്ത് ജോസേട്ടന് ചട്ടിയോട് കൂടി കൊടുത്തു വിട്ടാണ്. ജോസേട്ടൻ അതിന്റെ മണ്ടയിലോട്ട് കയറൊക്കെ ചുറ്റി വിടണം കേട്ടോ, എന്നാലേ നല്ല ഭംഗിയായിട്ട് കയറുള്ളൂ. ചുറ്റി പിന്നെ സമയം കിട്ടിയില്ല. നമ്മളെ
ആദ്യം പോയിട്ട് ക്ഷീണിച്ചാ വന്നത്. ആദ്യം അവിടുന്ന് അമ്പലത്തിൽ അന്നദാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും പായസം കൂടെ കുടിച്ചപ്പോൾ പരവേശമുണ്ട്. അപ്പൊ നമ്മള് ഈ 2 ജ്യൂസ് മേടിച്ച് ഓരോ ആപ്പിളും ഒക്കെ കഴിച്ചിട്ട് ജോസേട്ടനെ മുടിപ്പിക്കാൻ തീരുമാനിച്ചോ? അതെ പിന്നല്ല ഒരു സന്തോഷം പുള്ളിക്കൊരു ഊറ്റമാവൂല. ഇവരൊക്കെ കൂടെ ഇടയ്ക്ക് കാപ്പി കൂടി പരിപാടിയൊക്കെ ഉണ്ട്. പരിപാടിയൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ വിളിക്കുകയും ഒക്കെ ചെയ്യും. ഞാൻ ഈ ജോസിന്റെ തിരക്കാണല്ലോ ഞാനങ്ങനെ വിളിയില്ല. പക്ഷെ വിളിച്ചില്ലേലും ഞങ്ങൾ എന്നും പറയും കേട്ടോ. മിക്ക ദിവസം ജോസേട്ടന്റെ കാര്യം പറയും. ഈയിടെ ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ ഇരുന്ന് ഒരു ദിവസം പോണമല്ലോ. ഞാൻ ബോസോട് ചോദിച്ചാൽ മരിച്ചിറക്കിനെ കൊച്ചേട്ടനെ മരിച്ചിറക്കിനെ വന്നപ്പോ രാത്രി പോട്ടോ വടക്കിനെ വന്നപ്പോ ഞാൻ ബോസനെ കണ്ടു. എന്നാലും ഞാൻ പറഞ്ഞു ഇത്തിരി കാലമായാലോ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ നമ്മൾ പൊന്നൂസ് ചോദിച്ചു, ജോസേട്ടനെ കാണുന്നില്ലേ, നിങ്ങൾ എന്നാ ജോസേട്ടൻ്റെ വീട്ടിൽ പോകാത്ത, വർത്താനം പറയാത്ത, ജോസേട്ടനെ കണ്ട് വർത്താനമൊക്കെ പറയണം, ഞാൻ അന്വേഷിച്ചെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് കണ്ടത് എപ്പോഴാ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. ഇതിനകത്ത് കയറിയാൽ തന്നെ ഇവിടെ ഒരു കണ്ടവാ ശരിക്കും. കണ്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാലായിരുന്നു. ചുറ്റും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല ഒരു AC-യുടെ ആവശ്യമില്ല. നല്ല കൂളിങ്ങാ. നല്ല കൂളിങ്ങാ. ഇതിന്റെ പുറത്തെ വേറെ അപ്പുറത്തൊക്കെ ഇരിക്കുവാണ് നല്ല തണുപ്പാണ്. അപ്പം വെള്ളമൊക്കെ കുടിച്ചു. ജോസേട്ടനെ കുറേ ദിവസം കൂടിയാണ് നമ്മളെ കാണുന്നത്. നമ്മൾ കാണുന്നുണ്ട് വഴിയിലൊക്കെ വെച്ച്. കുറച്ചു നേരം വർത്താനമൊക്കെ പറയാൻ പറ്റും. അതെ. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ജോസേട്ടനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതാ നമ്മുടെ ജോസേട്ടൻ വീണ്ടും വന്നേക്കുന്നു. കുട്ടേട്ടനെ ജോസേട്ടനെ കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. അത് ഞങ്ങൾ എപ്പോ കണ്ടാലും ഇത് ഞങ്ങൾ ഈ കാറേ പോകുമ്പോഴും വഴിയെ പോകുമ്പോഴും എല്ലാം അങ്ങനെ പോരാടിയില്ല. ഇവരുണ്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു ഞങ്ങളിത് കേട്ട് കേട്ട് ഞങ്ങളുടെ ചെവിക്കൊരു ബോറടിയുണ്ട്. ഇടയ്ക്ക് ഓർക്കണം പഴയ വഴികൾ, നമ്മൾ വന്ന വഴികൾ മറക്കരുത്. അതെ അതെ. പഴയ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇടയ്ക്ക് ഓർക്കണം. അതാണ് മനുഷ്യന്റെ ഒരു അല്ലേ. ഇവർക്ക് ഭയങ്കര മനപ്പൊരുത്തം കേട്ടോ. ഇവരുടെ ഡ്രസ്സ് കണ്ടോ, ഒരു ചേർച്ചയൊക്കെ ഉണ്ട്. ആണോ? എന്നാ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അപ്പൊ നമ്മൾ ഉത്സവം എല്ലാം കൂടിയിട്ട് തിരിച്ചു വന്നു. പോകുന്ന വഴിക്ക് നമ്മൾ ജോസേട്ടന്റെ വീട്ടിൽ കയറി. ജോസേട്ടനെയും കണ്ട് സംസാരിച്ചിട്ട് കുറേ കാലമായിരുന്നു. ഇടയ്ക്ക് നമ്മൾ നെടുമ്പാശ്ശേരിക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് വണ്ടി വിളിയും കാര്യങ്ങളും. ഇപ്പൊ വണ്ടി വിളിക്കാത്തതുകൊണ്ട് ജോസേട്ടനുമായിട്ട് കൂടുതൽ ബന്ധങ്ങളില്ല. പിന്നെ വഴി വെച്ച് കാണുന്നതുകൊണ്ട് കൈ പൊക്കി കാണിക്കും. പുള്ളിയും വണ്ടി ഓടിക്കുമായിരിക്കും, ഞാനും വണ്ടി ഓടിക്കുമായിരിക്കും. അപ്പൊ ശ്രീകുട്ടം പോയാൽ പിന്നീട് ഇച്ചിരി അകലം വന്നു. നമ്മൾ തമ്മിൽ കാണാനോ മിണ്ടാനോ സാധിക്കാതോ ജോസേട്ടനുമായിട്ട്. അതുകൊണ്ട് വന്ന വഴിക്ക് പുള്ളിയെ കണ്ടു. അവിടെ കയറി ജ്യൂസൊക്കെ കുടിച്ചു. വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. സന്തോഷം, വളരെ സന്തോഷകരമായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ട് അവധിയൊക്കെ ഉള്ളപ്പോൾ. അപ്പൊ വരുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ ഒരു ഫാമിലി അംഗം തന്നെയാണ്. അപ്പം അമ്പലത്തിലെ ഉത്സവത്തിന് പോയി. എൻ്റെ ഓർമ്മയിൽ ഇതുപോലെ ഒരാൾ കൂടിയൊരു ഉത്സവം ഞാൻ കണ്ടിട്ടില്ല. പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയായിരുന്നു ഇന്ന്. അപ്പോൾ അവിടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടുക്കി ഡാമിന്റെ പണി വന്നപ്പോൾ, നിർമ്മാണം വന്നപ്പോൾ ആ വിഗ്രഹം ഞാൻ ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വിഗ്രഹം നമ്മൾ പിന്നെ കുറെ തന്ത്രികളൊക്കെ വന്ന്, തന്ത്രിമാരും കർമ്മം ചെയ്യാൻ അറിയാവുന്ന അവരൊക്കെ വന്ന് അത് ആവാഹിച്ച് തൊപ്പിപ്പാള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു അമ്പലം നിർമ്മിക്കുകയാണ് ചെയ്തത്. തൊപ്പിപ്പാള അമ്പലത്തിലേക്കാണ് കൊണ്ടുപോയത്. അപ്പം ഇവിടം പിന്നീട് അനാഥമായി പോയി. കാരണം ഡാം വെള്ളം കയറി നിറയുന്നു. ഈ അമ്പലം പിന്നെ അനാഥമായ പഴയ കല്ലുകളും അവശിഷ്ടങ്ങളും മാത്രമേ ഒരു കാലത്തുണ്ടായിരുന്നു. ഈ ഡാം വെള്ളം കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അവശിഷ്ടങ്ങൾ മാത്രം. അമ്പലത്തിന്റെ കുറെ വലിയ കല്ലുകളായിരുന്നു. അന്നത്തെ കാലത്ത് വലിയ പലക പോലത്തെ കീറിയ കല്ലുകൾ കൊണ്ടായിരുന്നു പഴയ അമ്പലം. പഴയ അമ്പലം എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല, അത്രയും ഓർമ്മയൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ വെള്ളിച്ചാച്ചനൊക്കെ ഓർമ്മയുണ്ട്, ചാച്ചനും ഓർമ്മയുണ്ട്. അതിന്റെ ഭജനപ്പര ഇങ്ങനെ ഡാം വെള്ളത്തിൽ ഒഴുകി നടക്കുന്നതെന്ന് ഓർക്കുന്നുണ്ട്. പുല്ലായിരുന്നു. കൊച്ചിലെ എനിക്കൊരു 40 വർഷം മുമ്പ് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മാവൻ്റെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്. ആ അമ്മാവൻ്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ എന്നെ അമ്മാവൻ കാണിച്ചു തരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. അപ്പം നമ്മുടെ ഇപ്പോൾ അമ്പലം ഇരിക്കുന്നതിന് ഇപ്പുറത്തുനിന്ന് അയ്യപ്പൻകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വഴിയെല്ലാം ഡാം വെള്ളം കയറി ബ്ലോക്കായിട്ട് കൊലുമ്പൻ എന്ന് പറയുന്ന സാധനം വന്നിട്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കുകയും. കപ്പലല്ല, കൊലുമ്പൻ എന്നാ പറയുക. കപ്പൽ പോലെ തന്നെ ഒരു സാധനമാണ്. പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. അതിലേക്ക് ബസ് ഓടിച്ച് കയറ്റിയിട്ട് അക്കരെ കൊണ്ട് ഇറക്കി വിട്ടു. അപ്പൊ അതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായാലും
അന്ന് നമ്മുടെ ഇവിടുത്തെ ഈ വിഗ്രഹം കൊണ്ടുപോയി തൊപ്പിപ്പാളയെ പ്രദേശിച്ച പിന്നീട് ഈ അമ്പലം ഒരു ശോകമൂകമായിട്ട് കിടന്ന ഒരു അമ്പലമാണ്. അപ്പം അതിന് ശേഷം ആരാണ് എന്നറിയത്തില്ല ഇതിന്റെ കുറെ പലകക്കല്ലുകളൊക്കെ എടുത്ത് വെച്ച് ഒരു ചെറിയ അയ്യപ്പന്റെ ഫോട്ടോയും വെച്ച് ഇപ്പോഴും ഞാൻ നോക്കുന്നു. അയ്യപ്പന്റെ കുഞ്ഞൊരു ഫോട്ടോ, സാധാ ഫോട്ടോ, അതും വെച്ച് അവിടെ തിരി തെളിക്കാൻ തുടങ്ങി. അത് ആദിവാസികളാണെന്നാണ് എൻ്റെ അറിവ്. അന്നത്തെ കാലത്ത് ആദിവാസികളുടെ രാജാവ് തേവർ രാജമന്ന എന്ന് പറയും. എൻ്റെ ഓർമ്മയിൽ അങ്ങേര് ഈ ഉത്സവം നടത്തുന്ന ഞാൻ ഓർക്കുന്നു. അതിനുശേഷം എൻ്റെ ഓർമ്മയിൽ പിന്നീട് ആ അമ്പലത്തിൽ ആൾ കൂടുന്നു, ഉത്സവം വെക്കുന്നു, സാധാ ഉത്സവം. പഴയ ആചാരങ്ങളെല്ലാം വീണ്ടും അമ്പലത്തിലെ പ്രതിഷ്ഠ പോയെങ്കിലും അവർ വീണ്ടും അവിടെ ഉത്സവവും കാര്യങ്ങളും ഒക്കെ വെക്കാൻ തുടങ്ങി. അതിനകത്ത് മുൻകൈ എടുത്ത് മലയാളികൾ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്, പിന്നെ കമ്മിറ്റിക്കാര്. എങ്കിലും ആ രാജ മന്നാന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു മുത്തിയമ്മ എന്ന് പറഞ്ഞു, മധുരയിൽ നിന്ന് വന്നു. അവര് താലപ്പൊലി എടുത്ത് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണമെന്നും അങ്ങനെയൊക്കെ ഒരു ആചാരങ്ങളുണ്ടായിരുന്നു. 40 വർഷം മുമ്പത്തെ കാര്യമാണ്, 35-38 വർഷം മുമ്പത്തെ കാര്യമാണ്. അതിനുശേഷം ഞാൻ പിന്നെ ചാച്ചൻ ഞങ്ങളെ കൊണ്ട് പോയിട്ടുണ്ട്, എന്നെയും മോനായിയെ കൊണ്ട് പോയി അവിടെ ഒരു പ്രാവശ്യം തിരിയൊക്കെ കത്തിക്കുകയും ഈ ചെറിയ 4 കല്ല് ചാരിയ അത് കാട് കൊങ്ങിണിയൊക്കെ പടന്ന് കാട് കയറി കിടക്കുന്ന അതിനകത്ത് ഈ 4 കല്ലിനകത്ത് ചെറിയൊരു അയ്യപ്പ വിഗ്രഹം വെച്ചേക്കുന്നു. 1-2 ചെറിയ നിലവിളക്കൊക്കെ ആരോ കൊണ്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് ചന്ദനവും ഭസ്മവും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയി ഞങ്ങളെ ചാച്ചൻ പ്രാവശ്യം വിളക്കൊക്കെ കത്തിച്ച് ഞാൻ നോക്കുന്നു, തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ പോകുന്ന നോക്കുന്നു വെള്ളത്തേക്ക്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ പുതിയ ഭരണസമിതി വന്നു, പുതിയ ആൾക്കാര് ചെറുപ്പക്കാരൊക്കെ വന്ന് അതിനെ വീണ്ടും വികസിപ്പിച്ച് അത്രയും പൊക്കി അത് ഉയർത്തി അത് പണിതു. ദേവീക്ഷേത്രം അതിന്റെ കുറെ മുകളിലേക്ക് പണിതു. അവിടുന്ന് ദേവീക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരു കൈവിരി പാലം ഉണ്ടാക്കി. അവിടെ തന്നെ ഒരു ഊട്ടുപെര, അതായത് ഭക്ഷണം. ഇന്നിപ്പം അത്രയും പേർക്കും അതിനകത്ത് ഭക്ഷണമുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം അതിനകത്ത് വിളമ്പി കൊടുക്കാനും അതിനകത്ത് ഇരുന്ന് കഴിക്കാനും വെളിയിലൊക്കെ ഇറങ്ങി നിന്ന് കഴിക്കാനും ഒക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നാണ് പറയുന്നത് അയ്യപ്പൻകോവിലമ്പലം. അപ്പൊ അത്രയും പഴകിയ ആ ക്ഷേത്രം വീണ്ടും ഒരു ആളനക്കം ഉണ്ടായി, വീണ്ടും ഒരു ഉണർവുണ്ടായി. ഇന്ന് എന്റെ കണ്ണു തള്ളിപ്പോയി, അതുപോലെ ജനമായിരുന്നു. അതെ, എനിക്കും അത്ഭുതമായി പോയി, ഭയങ്കര അത്ഭുതമായി പോയി. കാരണം നമുക്ക് ഒന്ന് ശരിക്ക് തൊഴാൻ പറ്റിയില്ല കേട്ടോ. ഒന്നും പറയാമല്ലോ, നട കയറി ചെന്ന് നമ്മള് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് അന്നേരെ മാറണം, കാരണം അതുപോലെ തിരക്കായിരുന്നു. അങ്ങനെ തൊഴുത് നമ്മുടെ പാലം വഴി നേരെ ദേവീക്ഷേത്രത്തിലേക്ക് പോവുക, അവിടെയും തൊഴുക, അത് കഴിഞ്ഞ് ആനപ്പരയിലേക്ക്. അതുപോലെ ക്യൂ ആയിരുന്നു ആൾക്കാർ, തിരക്ക്. വെയിലും കൊണ്ട് എന്തോരം ജനങ്ങളാ നിൽക്കുന്നത്. അതെ, ഒരുപാട് ജനങ്ങൾ വെയിൽ അടിച്ചു നിന്നു. ഞാനും മോളമ്മ ഇടയ്ക്ക് കൂടെ ഞൊഴഞ്ഞു കയറി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതാ സംഭവിച്ചത്. അല്ലെ നമ്മള് ഈ സമയത്തും വരികയില്ല. ഞങ്ങൾ രണ്ടുപേരും നുഴഞ്ഞു കയറാൻ ഞങ്ങൾ മിടുക്കരായതുകൊണ്ട് മോളമ്മ എന്നെ കണ്ടുകൊണ്ട് കാണിച്ചു, നിങ്ങൾ ആണുങ്ങളെ ലൈനെ കയറിയാലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കയറുമെന്ന് പറഞ്ഞു. അത് ഊട്ടുവരെ ചെന്നപ്പോഴാണെങ്കിലും ആ ഒരു കാര്യത്തിൽ മോളമ്മ 2 പാത്രം എടുത്ത് അവിടെ ഇടിച്ച് നുഴഞ്ഞു കയറുക ചെയ്തു. അത് എന്നാന്നറിയാവോ, നമ്മൾ രാവിലെ പോയതല്ലേ, അന്നേരം നമ്മൾ ജീവജാലങ്ങൾക്കൊന്നും തീറ്റ കൊടുക്കാതെ പോയത്. വരുന്നത് എല്ലാവരും ക്യൂ നിന്നു. നമ്മൾ ഒത്തിരി പെട്ടെന്ന് കയറിയില്ല കേട്ടോ, കുറച്ച് ആൾക്കാർ ഇറങ്ങി കയറിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇടയ്ക്കോടൊന്ന് കയറിയത്. അന്നേരം നമുക്ക് പെട്ടെന്ന് വരേണ്ടതായ ഒരു കാര്യവും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു ഉത്സവമായിരുന്നു. നമ്മുടെ ഈ ഗ്രാമത്തില് ഇങ്ങനെ ഒരു അമ്പലം, പഴയ ആ ഓർമ്മകൾ നിലനിർത്തുന്ന, പഴയ ആചാരങ്ങൾ നിലനിർത്തുന്ന ആദിവാസി സമൂഹത്തിന്റെ എല്ലാം വിശ്വാസ കേന്ദ്രമായ അയ്യപ്പൻകോവിലമ്പലം എന്ന് പറയുന്നത് വീണ്ടും ഒന്നുകൂടെ പുനരുദ്ധരിച്ച് വീണ്ടും അത് അവിടെ വേണം എന്നുള്ള ഒരു ആഗ്രഹക്കാരൻ തന്നെയാണ് ഞാനും എൻ്റെ ഫാമിലി. അപ്പോൾ അത് വരണം. നമ്മുടെ ഈ പറമ്പിന്റെ കാരോട്ട് ആരവുമോന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന അമ്പലത്തിലെ തിരക്കുകളും എല്ലാം നമുക്കൊരു ഉറുമ്പ് നടക്കുന്ന പോലെ ആൾക്കാർ നടക്കുന്നത് വരെ നമുക്ക് കാണാം. ശരിക്കും വ്യക്തമായിട്ട് കാണത്തില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഡാം വെള്ളം നിറയുമ്പോഴാണെങ്കിലും അമ്പലത്തിന്റെ മണ്ട ഗോപുരം മൂടാതെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ ഇവിടെ നമ്മുടെ പറമ്പിൽ തന്നെ നിന്ന് നമുക്ക് കാണാം. അപ്പൊ ആ അമ്പലമൊക്കെ നല്ല രീതിയിൽ വികസിക്കണം. ഇതുപോലെ ഇതിന്റെ ഇരട്ടി ജനങ്ങൾ ഇനിയും തടിച്ച് അവിടെ കൂടണം. ഒരുപാട് പേർക്ക് വിശ്വാസവും അതിനുപരി സഹായങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അമ്പലമായിട്ട് തന്നെ അത് വരണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അല്ലേ? വന്നിട്ടില്ലാത്തവരെല്ലാം നമ്മുടെ അയ്യപ്പൻകോവിൽ അമ്പലത്തിൽ വരണം കേട്ടോ, വന്ന് കാണണം. നമ്മുടെ വീഡിയോ കാണുന്ന മഞ്ജു എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ടാണ്, ദുബായ് ജോലിക്കാരിയാണ്. ലീവിന് വന്നതാ. എന്റെ പുറകെ ഞാൻ മോളമ അപ്പുറത്തായിരുന്നു. അപ്പൊ എന്റെ പുറകെ വന്നിട്ട് ഹലോ എന്നൊന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ
അന്നേരം എനിക്ക് മനസ്സിലായി വീഡിയോ ആണെന്ന് വെച്ചാന്ന് മനസ്സിലായി. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു മോളമ്മയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മോളമ്മേനെയും രാധമേനെയും എല്ലാം വിളിച്ച് സംസാരിച്ചിട്ടാണ് പോയത്. എന്തായാലും അത്രയും ആൾക്കൂട്ടത്തിനിടയ്ക്ക് നമ്മളോട് സംസാരിക്കാനും ഒക്കെ ഒരു ഇത് മനസ്സ് കാണിച്ചു. അതിനൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ ആ കൊച്ചിനെ നമ്മൾ ഓർക്കുന്നു, മഞ്ജു അല്ലേ? മഞ്ജു. അപ്പൊ എല്ലാ വർഷവും ഇനിയിപ്പോ ഉണ്ട് നമ്മുടെ ഇത് കൂട്ട എന്തായിരുന്നു ശിവരാത്രി 19-ാം തീയതി തൊട്ട് 19-ാം തീയതി തുടങ്ങിയ ആരംഭമാണ്. ഇതിന്റെ ഇരട്ടി ആളായിരിക്കും. സപ്താഹം തുടങ്ങുക 19-ാം തീയതി. എന്തായാലും അതൊരു രസമുള്ളൊരു കാഴ്ച തന്നെ. കാരണം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിട്ടേ അതിന്റെ നടുക്കുള്ള ഒരു പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ആകാംക്ഷയാണ്. ഒരു സൈഡ് വനം, ഒരു സൈഡ് ആദിവാസി മേഖലയാണ്, ആദിവാസികളുടെ സ്ഥലമാണ്. രസമാണ് അതിന്റെ ഒരു കാഴ്ച. ഇക്കരക്കാർ നമ്മുടെ ഈ കരയിലെയാണ് നാട്ടുകാർ കൂടുതലായിട്ടുള്ളത്. അതെല്ലാ സമുദായക്കാരും ഉണ്ട്. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാവരും തിങ്ങി പാർക്കുന്നത്. എല്ലാവർക്കും ആ അമ്പലത്തിനോട് ഒരു പ്രത്യേക വിശ്വാസമാണ്. എല്ലാവരും എല്ലാ സമുദായക്കാരും പറയുന്നത് അവിടെ അങ്ങനെ ഒരു അമ്പലം വേണം, അത് വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയി അല്ലേ? നല്ലൊരു വീഡിയോ ആണ്. അതെ, ജാതിപത ഭേദമന്യേ എല്ലാവരും വന്ന് തൊഴുന്ന ഒരു അമ്പലം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുവാണ്, എല്ലാവരും വന്ന് നമ്മുടെ അമ്പലം കാണണം, വന്ന് തൊഴുത അതിൻ്റെതായ അനുഗ്രഹം എല്ലാ കുടുംബത്തിലും ഉണ്ടാകും. എന്നിട്ട് നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പിടിക്കുക.